ദാനിയേൽ ദൈവത്തിരുമുമ്പിൽ ഇസ്രായേലിർക്കായി പ്രാർത്ഥിച്ചപ്പോൾ വേദനിച്ചിടുന്ന മാനവർക്കായി നിലവിളിയോടെ നാം പ്രാർത്ഥിക്കണം. ദാനിയേൽ ദൈവത്തിരുമുമ്പിൽ ഇസ്രായേലിർക്കായി പ്രാർത്ഥിച്ചപ്പോൾ വേദനിച്ചിടുന്ന മാനവർക്കായി നിലവിളിയോടെ നാം പ്രാർത്ഥിക്കണം. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ. Daniel Fasting, a prayer for the world. നിത്യസ്തുതിക്കർഹനേ, അങ്ങേ ആരാധിക്കുന്നു. ആനന്ദ കാരണമേ, അങ്ങേ ആരാധിക്കുന്നു. മഹത്വ കാരണമേ, അങ്ങേ ആരാധിക്കുന്നു. ആദിയുമന്ത്യവുമേ, അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അമ്മ മറിയമൊപ്പം അങ്ങേ ആരാധിക്കുന്നു. യൗസേപ്പിതാവുമൊപ്പം അങ്ങേ ആരാധിക്കുന്നു. മാലാഖമാരോടൊപ്പം അങ്ങേ ആരാധിക്കുന്നു. വിശുദ്ധരോടൊപ്പം അങ്ങേ ആരാധിക്കുന്നു. ക്രോവേന്മാരോടൊപ്പം അങ്ങേ ആരാധിക്കുന്നു. ശ്രാപ്പേന്മാരോടൊപ്പം അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാ സ്തുതികൾക്കും എല്ലാ ആരാധനകൾക്കും കാരണമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. നിന്റെ മഹാകൃപയ്ക്കായി ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ഓ ദിവ്യകാരുണ്യ യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നിന്റെ മഹാകരുണ മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആശ്രയമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങയുടെ കരുണ ഞങ്ങളെ സ്പർശിച്ചില്ല എങ്കിൽ, അങ്ങയുടെ കരുണയാൽ ഞങ്ങൾ പൊതിയപ്പെട്ടില്ല എങ്കിൽ ഞങ്ങൾ ജീവനറ്റ ജീവിതങ്ങളായിരിക്കും എന്ന് ഞങ്ങൾക്കറിയാം.
അതേ കർത്താവേ, നിന്റെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. നീയാണല്ലോ എല്ലാ മഹത്വത്തിനും അർഹമായിട്ടുള്ളത്, എല്ലാ സ്തുതികൾക്കും അർഹമായിട്ടുള്ളത് നിന്റെ ഏറ്റവും പവിത്രമായ നാമത്തിന് മാത്രമാണല്ലോ. കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഞങ്ങളെ തന്നെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, മാനവരാശിയെ മുഴുവൻ ഒരിക്കൽ കൂടി ഈ അനുഗ്രഹീതമായ ദിവസം അങ്ങയുടെ മുമ്പിൽ അർപ്പിക്കുന്നു. കർത്താവേ, നാളുകൾ കഴിഞ്ഞപ്പോൾ, സാഹചര്യങ്ങൾ മിന്നിമറഞ്ഞപ്പോൾ, ഇന്നിതാ ഞങ്ങൾ ഒരുപാട് മാറിയിരിക്കുന്നു. പാപം പെരുകി, പിശാചിൻ്റെ ചെയ്തികൾ പെരുകി, ദൈവമക്കൾ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോയി. അങ്ങയുടെ നാമത്തിൽ കുടികൊണ്ട ആരംഭിച്ച പലതും തിന്മയിലേക്ക് വഴുതി മാറി. ഓ ഈശോയെ, ഇതുമൂലം പഴയ ഇസ്രായേൽ പ്രവാസത്തിലേക്ക് മടങ്ങിയതുപോലെ ഇതാ ഞങ്ങൾ തിന്മയുടെ ഭരണത്തിൻ്റെ കീഴിലേക്ക് മടങ്ങിപ്പോകുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളുടെ പാപങ്ങളോട് നീ കരുണയായിരിക്കണമേ. പാപം ചെയ്ത് അങ്ങയിൽ നിന്ന് അകന്നു പോയ ദൈവമക്കളായി ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ, ദൈവത്തോട് മറുതലിക്കുന്ന മുഴുവൻ ദൈവജനത്തിൻ്റെ മേൽ, ഓ ഈശോയെ, നിന്റെ കരുണയുടെ കരം നീട്ടണമേ എന്ന് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, ഈശോയുടെ കരുണയുടെ കരം നമുക്ക് ആവശ്യമുണ്ട്, ചേർത്ത് പിടിക്കുന്ന കരം നമുക്ക് ആവശ്യമുണ്ട്, നമ്മളെ അന്വേഷിച്ചു വരുന്ന കരം നമുക്ക് ആവശ്യമുണ്ട്. ഈശോയെ, അങ്ങയുടെ കാൽവരി മലയിലെ തിരുരക്തത്താൽ ഞങ്ങളുടെ എല്ലാ പാപങ്ങളിൽ നിന്ന് കഴുകി ഞങ്ങളെ ശുദ്ധമാക്കണമേ, ഞങ്ങളെ പൗത്രീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണതൻ കരം നീട്ടണേ, ദയയോടെ നോക്കണമേ. കരുണതൻ കരം നീട്ടണേ, ദയയോടെ നോക്കണമേ. കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ മക്കളിൽ. ഓ ഈശോയെ, അങ്ങയുടെ നാമത്തിൽ ആരംഭിച്ച പല പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളും ഇന്ന് അങ്ങേക്ക് വേണ്ടി നിലകൊള്ളുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങേക്കും അങ്ങയുടെ തിരുസഭയ്ക്കും എതിരായുള്ള പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളായി മാറുന്നു. ഓ ഈശോയെ, അങ്ങേക്ക് വേണ്ടി നിലകൊള്ളാൻ ഇന്ന് സ്ഥാപനങ്ങളില്ല, സംവിധാനങ്ങളില്ല. എല്ലാം ഒന്നിനു പുറകെ മറ്റൊന്നായി ദുഷ്ടന്റെ കിങ്കരന്മാർ കീഴടക്കുന്നത് പോലെ. കർത്താവേ, അങ്ങയുടെ നാമം പേറുന്ന സ്ഥാപനങ്ങൾക്ക് പോലും അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ ഉള്ള വ്യക്തികളെ രൂപപ്പെടുത്താൻ കഴിയുന്നില്ല. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ വിശുദ്ധാത്മാക്കൾ അവരുടെ ജീവിതം കൊടുത്ത് രൂപപ്പെടുത്തിയതാണ് പല സംവിധാനങ്ങളും. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി സഭാ സംവിധാനങ്ങളിൽ ഒരു വലിയ ഉണർവ് അവിടുന്ന് നൽകണമേ കർത്താവെ. അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമക്കളെ ഈശോയെ അവിടുന്ന് രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയുടെ വലംകരം ഞങ്ങളുടെ മേൽ നീട്ടേണ്ടതിന് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. കരുണതൻ കരം നീട്ടണേ, ദയയോടെ നോക്കണമേ. കരുണതൻ കരം നീട്ടണേ, ദയയോടെ നോക്കണമേ. കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ മക്കളിൽ. ഈശോയെ, ചെറുപ്പക്കാർക്ക് അങ്ങയെ വേണ്ട എന്നവർ പറയുന്നു. പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിൽ അങ്ങയെ വേണ്ട എന്ന് വെക്കുന്നവരുടെ എണ്ണം പെരുകുന്നു. ദൈവനിഷേധത്തിന്റെ എണ്ണം പെരുകുന്നു. അപ്പസ്തോലിക സഭയ്ക്ക് എതിരെ പറഞ്ഞാൽ മാത്രമേ
അവർ സ്വീകാര്യരാകൂ എന്നുള്ള ചിന്ത പ്രബലമാകുന്നു. ഓ ദൈവമേ, അങ്ങ് എന്തായിരിക്കും ഇതേക്കുറിച്ച് ചിന്തിക്കുക? കർത്താവേ, എങ്ങനെ ആ ദേശങ്ങൾക്ക് വേണ്ടി, അങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും കർത്താവേ, അങ്ങയുടെ കരുണയുടെ കരം അവിടെ നയിക്കണം, അങ്ങയുടെ സ്നേഹത്തിൻ്റെ കരം അവിടെ നയിക്കണം. അവിടുത്തെ ആധിപത്യം ഒരിക്കൽ കൂടി അങ്ങ് സംസ്ഥാപിതമാക്കണം. ദൈവമക്കളെ അവിടുന്ന് കൈവിടരുത്, ദൈവനിഷേധകരെ അവിടുന്ന് കൈവിടരുത്, അവിടുന്ന് ചേർത്ത് പിടിക്കണമേ. സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോ. കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ മക്കളിൽ, കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ മക്കളിൽ. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ പ്രാകൃത മനുഷ്യരായും ദൈവത്തെ നിഷേധിക്കുന്നവർ ആധുനിക മനുഷ്യരായും ചിത്രീകരിക്കുന്ന സംഭവങ്ങൾ വളരെ പ്രബലമാകുന്നു. ഓ ദിവ്യകാരുണ്യ യേശുവേ, പ്രാകൃത മനുഷ്യരാണ് വിശ്വസിക്കുന്നവരെന്നുള്ള ചിന്ത കൊണ്ട് എല്ലാവരും ആധുനികരാകാൻ ശ്രമിക്കുന്നു. അങ്ങനെ അങ്ങയുടെ നാമത്തെ കളങ്കപ്പെടുത്തുക എന്നുള്ളത്, അങ്ങയുടെ സഭയുടെ നാമത്തെ കളങ്കപ്പെടുത്തുക എന്നുള്ളത് ഇക്കാലത്തെ ഒരു ഫാഷനായി മാറുന്നു. വാർത്താ മാധ്യമങ്ങൾ അത് ആഘോഷിക്കുന്നു, പൊതുനിരത്തിൽ അത് ആഘോഷിക്കപ്പെടുന്നു. ഓ കർത്താവേ, അങ്ങയുടെ ശരീരത്തിനേറ്റ മുറിവുകൾ ഞങ്ങൾ സ്നേഹത്തോടെ ഈ സമയം ഓർക്കുന്നു. അവിടുത്തെ കരുണയുടെ കരം നീട്ടണമേ കർത്താവേ, സ്നേഹത്തിൻ്റെ കരം നീട്ടണമേ. ഒരിക്കൽ കൂടി ദൈവമക്കളോട് കരുണ കാണിക്കണമേ. വിശ്വാസി സമൂഹത്തിൻ്റെ മേൽ അങ്ങയുടെ വലിയ സാന്നിധ്യത്തിൻ്റെ കരമയക്കണമേ. സ്നേഹത്തോടെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ ഞങ്ങളിൽ, കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ ഞങ്ങളിൽ. ഈശോയിലേക്ക് സ്നേഹത്തോടെ കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട്, നിങ്ങൾ വാടി തളർന്നു പോയ ഒരു ജീവിതത്തിൻ്റെ ഉടമയാണോ? വല്ലാതെ വിഷമിക്കുന്ന ജീവിതത്തിൻ്റെ ഉടമയാണോ? യേശുവിന് വേണ്ടി ജീവിച്ചിട്ട് ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്നതിനെ ഓർത്ത് വേദനിക്കുന്ന വ്യക്തിയാണോ? ദൈവം എന്നോട് കരുണ കാണിക്കുന്നില്ല എന്നോർത്തുകൊണ്ട് വല്ലാതെ മനസ്സ് ഡിപ്രസ്ഡായി പോയ വ്യക്തിയാണോ? ഇനി ഒരിക്കലും എനിക്ക് മടങ്ങി വരിക സാധ്യമല്ല എന്നോർത്തുകൊണ്ട് വേദനിക്കുന്ന വ്യക്തിയാണോ? ഒന്നിലും സന്തോഷം കണ്ടെത്താൻ, ആനന്ദം കണ്ടെത്താൻ കഴിയാത്ത വ്യക്തിയാണോ? അതെ, ഈശോ നിന്നെ വിളിക്കുന്നുണ്ട്, കർത്താവ് നിന്നെ വിളിക്കുന്നുണ്ട്. മത്തായിയെ വിളിച്ച ഈശോ, മീൻപിടുത്തക്കാരനായ പത്രോസിനെ വിളിച്ച ഈശോ, അങ്ങിങ്ങായി ഓടി നടന്ന ദൈവമക്കളെ ചേർത്ത് പിടിച്ച ഈശോ നിന്നെ വിളിക്കുന്നുണ്ട്. യേശുവിലേക്ക് വരാം, കർത്താവിലേക്ക് വരാം. അവൻ തൻ്റെ കരുണയുടെ ഭണ്ഡാരം തുറന്ന് ദൈവ കരുണ കൊണ്ട് നിന്നെ രൂപാന്തരം പ്രാപിക്കാൻ അനുവദിക്കുന്നു. ഓ കർത്താവേ, ഈ കാലയളവിൽ അങ്ങയുടെ കരുണയുടെ സമൃദ്ധി ഒരിക്കൽ കൂടി ഞങ്ങൾക്കായി അയച്ചു തരിക, സ്നേഹത്തോടെ അയച്ചു തരിക, ദൈവശക്തി വെളിപ്പെടുത്തുക. ഈശോയെ, ഞങ്ങൾ അങ്ങയിലേക്ക് മടങ്ങി വരട്ടെ. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ കർത്താവേ. ഞങ്ങളുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കണമേ ഈശോയെ. അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. തിന്മയുടെ ശക്തികളെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള സ്വർഗത്തിൻ്റെ ആയുധങ്ങൾ ഞങ്ങൾക്ക് തരണമേ. യേശുവിനോട് പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, ശരണപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ ഞങ്ങളിൽ, കരുണയായിരിക്കേണമേ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ
ഈശോയെ, ഞങ്ങളുടെ ദുർബലമായ മാനസങ്ങളെ, ഞങ്ങളുടെ ദുർബലമായ പ്രകൃതങ്ങളെ, ഞങ്ങളുടെ വീഴ്ചകളെ, ഞങ്ങളുടെ പരാധീനതകളെ, ലോകത്തിൻ്റെ അപരാധത്തെ അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ തരുന്നു. ഈശോയെ, ഒരിക്കൽ കൂടി ഈശോ, നിന്റെ പ്രിയപ്പെട്ട മക്കളോട് നീ കരുണ കാണിക്കണമേ. പാപം മൂലം ഞങ്ങൾ ഒരുപാട് അങ്ങയിൽ നിന്ന് അകന്നു പോകുന്നു. സെൽഫിഷായി മാത്രം ഞങ്ങൾ ജീവിക്കാൻ ആരംഭിക്കുന്നു. അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ, അങ്ങേക്ക് വേണ്ടി നിലകൊള്ളാൻ കഴിയാത്തവരുടെ എണ്ണം പെരുകുന്നു. പിശാചിനെ ആരാധിക്കുന്ന, പൊതുനിരത്ത് പോലും ആരാധിക്കുന്നവരുടെ എണ്ണം പെരുകുന്നു. ഓ ഈശോ, നിന്റെ മക്കളോട് നീ കരുണ കാണിക്കണമേ. സ്വർഗപിതാവേ, യേശുവിൻ്റെ കാൽവരി യാഗത്തിൻ്റെ ഓർമ്മയെ നീ ഒരിക്കൽ കൂടി പുതുക്കുക. അവൻ തകർക്കപ്പെട്ടതും അവൻ മുറിവേറ്റതും ആപാദചൂടം തകർക്കപ്പെട്ടതും മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് സ്വർഗപിതാവേ നീ ഓർക്കണമേ. കരുണ കാണിക്കണമേ. കെട്ടുകളിൽ കഴിയുന്നവരെ വിടുവിക്കണമേ. പാപത്തിൻ്റെ തീരാവ്യാധികളിൽ കഴിയുന്നവർക്ക് ഈ ദിനം മോചനം കൊടുക്കണമേ കർത്താവേ. പിശാചിൻ്റെ ആധിപത്യങ്ങളെ അവിടുന്ന് ഉന്മൂലനം ചെയ്യണമേ. ദൈവമക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമേ. ദൈവസഭയെ ഒരിക്കൽ കൂടി അവിടുന്ന് ബലവത്താക്കണമേ. സ്നേഹത്തോടെ ഞങ്ങൾ വരുന്നു ഈശോ, പ്രാർത്ഥനാപൂർവം ഞങ്ങൾ വരുന്നു ഈശോ. പ്രവാചകനായ ദാനിയേൽ വിലാപത്തോടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ദൈവജനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ പിതാവേ, യേശുവിൻ്റെ തിരുനിലത്തെ ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയുടെ കരമയക്കണമേ, സ്നേഹത്തിന്റെ കരമയക്കണമേ, ദൈവശക്തിയുടെ കരമയക്കണമേ, മഹത്വത്തിന്റെ കരമയക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോട് കൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനായവൻ്റെ മുമ്പിൽ ആനയിച്ചു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി. അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്, അതൊരിക്കലും ഇല്ലാതാകുന്നില്ല. അവൻ്റെ രാജ്യത്വം അനശ്വരമാണ്. യേശുവിൽ സ്നേഹമുള്ളവരെ, പ്രവാചകനായ ദാനിയേലിനെ പോലെ ദൈവജനത്തിനു വേണ്ടി, ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുള്ള യാത്രയിലാണ് നാം ഇപ്പോൾ. ഇന്ന് നാം കേട്ട ഭാഗം, കർത്താവിൻ്റെ ആധിപത്യം ശാശ്വതമാണ്. വലിയ മാറ്റങ്ങൾ ഭരണ സംവിധാനങ്ങളിൽ, ആശയങ്ങളിൽ, ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ എല്ലാം ലോകത്ത് സംഭവിക്കുന്നുണ്ട്. ഇനിയും തീർച്ചയായും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എവിടെയും നമ്മൾ ഓർക്കണം, ഇന്നലെയും ഇന്നും നാളെയും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ ഭരണം, കർത്താവിൻ്റെ ആധിപത്യം ശാശ്വതമാണ്. ഏതാനും സമയം മുമ്പ് നാം പ്രാർത്ഥിച്ചതുപോലെ
ഒരു കാലത്ത് യേശുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടിയാണ് ചില പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ആരംഭിച്ചത്. യൂണിവേഴ്സിറ്റി, കോളേജുകൾ ആരംഭിച്ചത് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടിയാണ്. സംഘടനകൾ ആരംഭിച്ചത് ദൈവത്തിൻ്റെ മഹത്വം ആഘോഷിക്കാൻ വേണ്ടിയാണ്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിനോടുള്ള താല്പര്യം പോയി. ദൈവമക്കൾ കർത്താവിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രാകൃതമായ ചിന്തയായി മനുഷ്യൻ ചിത്രീകരിക്കാൻ തുടങ്ങി. ഇതാ പ്രവാചകനായ ദാനിയേലിന് അന്നത്തെ ദൈവജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ സ്വപ്നമുണ്ടാകുന്നു. അവൻ സ്വപ്നം വ്യാഖ്യാനിക്കുകയാണ്. കർത്താവിൻ്റെ ആധിപത്യം എന്നും എല്ലാ കാലത്തും ശാശ്വതമാണ്. എന്തെല്ലാം സാഹചര്യങ്ങൾ മാറിയാലും, സംവിധാനങ്ങൾ മാറിയാലും, ചരിത്രത്തിൻ്റെ നായകൻ കർത്താവാണ്. ചരിത്രത്തിൻ്റെ നായകൻ കർത്താവായതുകൊണ്ട് തന്നെ ദൈവമക്കൾ മുട്ടുകുത്തുമ്പോൾ, ദൈവമക്കൾ ആർപ്പ് വിളിക്കുമ്പോൾ, ഇതാ ഭൂമിയുടെ അടിത്തട്ടിൽ പാതാള ഗോപുരങ്ങൾ ഞെട്ടിവിറയ്ക്കാനായിട്ട് തുടങ്ങും. നമുക്ക് ഈ ദിവസങ്ങളിൽ ധാരാളമായി ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസി സമൂഹം വിശ്വാസത്തിൽ ഉണർന്നു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, പിശാചും അവൻ്റെ കിങ്കരന്മാരും ഭയന്ന് പിന്തിരിഞ്ഞ് ഓടുവാൻ തുടങ്ങും. നമുക്ക് വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയും. കർത്താവിൻ്റെ ഭരണം ശാശ്വതമാണ്. ഷദ്രാഖ്, മെഷാഖ്, അബദ്നെഗോ എന്നീ പ്രിയപ്പെട്ട 3 ചെറുപ്പക്കാരെ ഇതാ കത്തുന്ന തീക്കനലിൽ സംരക്ഷണം കൊടുത്ത അതേ കർത്താവ് 6 ദിവസങ്ങൾ 7 സിംഹങ്ങളുടെ ഇടയിൽ ശാന്തമായി വസിക്കാൻ അനുവദിച്ച, ദാനിയേലിനെ അനുവദിച്ച കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ സമീപത്തുണ്ട്. ആ ദൈവത്തെ വിശ്വാസപൂർവ്വം നമുക്ക് ആരാധിക്കാം. ഈശോയിലേക്ക് നമുക്ക് നോക്കാം. അവനായി നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം. കർത്താവിൻ്റെ ഭരണം ശാശ്വതമാണ്. കർത്താവിൻ്റെ ഭരണം എന്നും നിലകൊള്ളുന്നതാണ്. അവൻ എന്നേക്കും ജീവിക്കുന്ന കർത്താവാണ്. യുഗങ്ങളുടെ ദൈവം കർത്താവാണ്. യുഗങ്ങൾ മാറിയാലും യുഗങ്ങളുടെ ആധിപത്യം കർത്താവിനാണ്. ഓ കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. മാറ്റമില്ലാത്ത കർത്താവിൻ്റെ അടുത്ത് എല്ലാ മാറ്റങ്ങളുടെ ഇടയിൽ ഓ ഈശോ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. യേശുവിൽ ആശ്രയിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് യേശുവിനെ നോക്കിക്കൊണ്ട് എല്ലാവരും പറഞ്ഞേൻ, കർത്താവാണ് രാജാക്കന്മാരുടെ രാജാവ്, കർത്താവാണ് നേതാക്കന്മാരുടെ നേതാവ്, കർത്താവിനാണ് സകല ആധിപത്യവും അവകാശവും ഉള്ളത്. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, ഞങ്ങൾ ഏറ്റുപറയുന്നു. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. വിശുദ്ധമായ കുരിശോ ജപമാലയോ ഉള്ളവർ നിങ്ങളുടെ അടുത്തവ ചേർത്ത് പിടിക്കുമല്ലോ. നാം ഒരുമിച്ച് തുടർന്നുള്ള സമയം പ്രധാനപ്പെട്ട പ്രാർത്ഥനയിലേക്ക് നീങ്ങുകയാണ്. നമ്മുടെ കർത്താവും ദൈവവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും പ്രധാന ദൂതനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും അപ്പസ്തോലന്മാരായ വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും എല്ലാ വിശുദ്ധരുടെയും മധ്യസ്ഥത്തിലും ആത്മവിശ്വാസത്തിലും ഞങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷയുടെ പവിത്രമായ ശക്തിയുടെ ഉറപ്പിലാലും പിശാചിൻ്റെ വഞ്ചനകളെയും ഉപദ്രവങ്ങളെയും പുറത്താക്കുന്നതിനുള്ള ആത്മീയ അധികാരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം എഴുന്നേൽക്കുന്നു,
അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അവിടുത്തെ വെറുക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്നും ഓടി മറയുന്നു. പുക പുറന്തള്ളപ്പെടുന്നത് പോലെ അവ പുറന്തള്ളപ്പെടുന്നു. തീയുടെ മുമ്പിൽ മെഴുക് ഉരുകുന്നത് പോലെ ദുഷ്ടൻ ദൈവസന്നിധിയിൽ തകർന്നു വീഴുന്നു. കുരിശുയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലാം, ഇതാ കർത്താവിന്റെ കുരിശ്, ഇതാ കർത്താവിന്റെ കുരിശ്, ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, ദുഷ്ടശക്തികളെ ഓടിപ്പോകുക. യൂദാ ഗോത്രത്തിലെ സിംഹവും, യൂദാ ഗോത്രത്തിലെ സിംഹവും, ദാവീദിന്റെ വേരുമായവൻ, ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ കർത്താവിന്റെ കുരിശ്, ഇതാ കർത്താവിന്റെ കുരിശ്, ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, ദുഷ്ടശക്തികളെ ഓടിപ്പോകുക. യൂദാ ഗോത്രത്തിലെ സിംഹവും, യൂദാ ഗോത്രത്തിലെ സിംഹവും, ദാവീദിന്റെ വേരുമായവൻ, ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ കർത്താവിന്റെ കുരിശ്, ഇതാ കർത്താവിന്റെ കുരിശ്, ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, ദുഷ്ടശക്തികളെ ഓടിപ്പോകുക. യൂദാ ഗോത്രത്തിലെ സിംഹവും, യൂദാ ഗോത്രത്തിലെ സിംഹവും, ദാവീദിന്റെ വേരുമായവൻ, ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാത്തരം അശുദ്ധാത്മാക്കളും, മരണത്തിന്റെ ആത്മാക്കൾ, രോഗപീഠകൾ, നിരാശ, ആശയക്കുഴപ്പം, വിഭജനം, ഉത്കണ്ഠ, ഭയം, കോപം, വിദ്വേഷം, അശുദ്ധി, മടി, അഹങ്കാരം, എല്ലാ പൈശാചിക ശക്തികളും, നാരകീയ ശക്തികളും, ദുഷ്ടസൈന്യങ്ങളും അവയുടെ സമ്മേളനങ്ങളും വിഭാഗങ്ങളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും ശക്തിയാലും ഞങ്ങളിൽ നിന്ന് ഞങ്ങൾ ആട്ടിപ്പായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും ശക്തിയാലും ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും ഞങ്ങൾ ആട്ടിപ്പായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും ശക്തിയാലും ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ ദേശങ്ങളിൽ നിന്നും ഞങ്ങൾ ആട്ടിപ്പായിക്കുന്നു. ദൈവത്തിൻ്റെ സഭയിൽ നിന്നും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെടുകയും ദൈവ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുകയും ചെയ്ത ആത്മാവുകളിൽ നിന്നും നിങ്ങൾ ഓടി അകലുക. തന്ത്രശാലിയായ ദുഷ്ടസർപ്പമേ, പരമപരിശുദ്ധനായ ദൈവം നിന്നോട് കൽപ്പിക്കുന്നു, പുത്രനായ ദൈവം നിന്നോട് കൽപ്പിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവം നിന്നോട് കൽപ്പിക്കുന്നു, ക്രിസ്തു ദൈവവചനം മാംസം ധരിച്ചവൻ നിന്നോട് കൽപ്പിക്കുന്നു, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ നിന്നോട് കൽപ്പിക്കുന്നു, ദൈവത്തിൻ്റെ പൂർണ്ണയായ അമ്മ കന്യകാമറിയം നിന്നോട് കൽപ്പിക്കുന്നു, അപ്പസ്തോലന്മാരായ വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും മറ്റപ്പസ്തോലന്മാരുടെയും വിശ്വാസം നിന്നോട് കൽപ്പിക്കുന്നു. എല്ലാ രക്തസാക്ഷികളുടെ നിണവും വിശുദ്ധരുടെ മധ്യസ്ഥതയും നിങ്ങളോട് കൽപ്പിക്കുന്നു. ശപിക്കപ്പെട്ട ദുഷ്ടപിശാചേ, ദൈവനാമത്തിൽ നിന്നെയും നിന്റെ സൈന്യങ്ങളെയും ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ദേശങ്ങളിൽ നിന്ന് ദൈവനാമത്തിൽ ഞങ്ങൾ പുറത്താക്കുന്നു. മനുഷ്യജീവികളെ വഞ്ചിക്കുകയും നിത്യനാശത്തിൻ്റെ വിഷം അവരിലേക്ക് ഒഴുക്കുകയും സഭയെ ദ്രോഹിക്കുകയും ചെയ്യുന്ന നിന്റെ പ്രവർത്തികൾ നീ അവസാനിപ്പിക്കുക. മനുഷ്യരക്ഷയുടെ ശത്രുവും എല്ലാ വഞ്ചനയുടെയും സൂത്രധാരനും യജമാനനുമായ സാത്താനെ, നീ പുറത്തു പോവുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ആവർത്തിച്ച വാദേ സാത്താനെ എന്ന വാക്കുകൾ 12 ആവർത്തി നാം ദൈവത്തിന് മുമ്പിൽ ആവർത്തിക്കുന്നു. നിങ്ങളുടെ ഭവനങ്ങളിൽ മുട്ടുകൾ കുത്തി സാധിക്കുന്നവർ വിശുദ്ധ കുരിശ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചൊല്ലിത്തരുന്നവ 12 ആവർത്തി ഏറ്റുചൊല്ലുമല്ലോ. വാദേ സാത്താന, 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 വാദേ സാത്താന. വാദേ സാത്താന. ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലക്കി വീണ്ടെടുത്ത വിശുദ്ധവും കാതോലികവും
അപ്പസ്തോലികവുമായ സഭയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമം വിശുദ്ധവും ശക്തവുമായ നാമം, നരകത്തെ വിറപ്പിക്കുന്ന നാമം, സ്വർഗത്തിൻ്റെ സൽഗുണങ്ങളും ശക്തികളും ആധിപത്യങ്ങളും താഴ്മയോടെ കീഴ്പ്പെടുന്ന നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് കെരൂബുകളും സെറാഫുകളും നിരന്തരം ആവർത്തിച്ച് സ്തുതിക്കുന്ന നാമം. ഈ നാമത്തിൽ ഞങ്ങൾ സാത്താനെ ഭയപ്പെടുകയും ഓടി അകലുകയും നീ ചെയ്യുക. ഞങ്ങൾ കർത്താവിൻ്റെതാണ്. ഞങ്ങൾ രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവിൻ്റെ മാത്രമാണ്. നമുക്ക് ദിവ്യകാരുണ്യ യേശുവിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ദുഷ്ടനെയും അവൻ്റെ ആഡംബരങ്ങളെയും നമ്മളിൽ നിന്ന് സമ്പൂർണമായി ഉന്മൂലനം ചെയ്യുന്നുവെന്ന് ഒരിക്കൽ കൂടി വാഗ്ദാനം കൊടുത്തുകൊണ്ട് അവനെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു കർത്താവേ, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. തിന്മയുടെ സ്വാധീനങ്ങളുടെ ദൈവമക്കളെ വിടുവിക്കുക, സഭയെ സ്വതന്ത്രമാക്കുക, ദൈവികമായ സംവിധാനങ്ങളെ ഒരിക്കൽ കൂടി പ്രബലമാക്കുക കർത്താവേ. ആരാധന. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനത്താലും വിജയം നേടിയിടും, നമ്മൾ വിജയം നേടിയിടും. അന്ത്യം വരെയും പൊരുതിയിടാൻ, ജീവൻ ബലിയായി നൽകിയിടാൻ ബലം പകർന്നിടും, നമ്മിൽ ശക്തി പകർന്നിടും. നമ്മുടെ ദൈവത്തിൻ രക്ഷ പുത്രൻ നൽകും അധികാരം, വിശുദ്ധ കുരിശിൻ തണലും നമുക്ക് കൂട്ടായുണ്ടല്ലോ. നമ്മുടെ ദൈവത്തിൻ രക്ഷ പുത്രൻ നൽകും അധികാരം, വിശുദ്ധ കുരിശിൻ തണലും നമുക്ക് കൂട്ടായുണ്ടല്ലോ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. തമ്പുരാനേ, 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 തമ്പുരാനേ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 19-ാം തിരുവചനം. കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ പൊറുക്കണമേ എന്ന് മുട്ടുകുത്തി ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് നമുക്ക് സ്നേഹത്തോടെ ആവർത്തിക്കാം. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ, എൻ്റെ ദൈവമേ കരുണാനിധി. നിന്റെ നാമത്തെ പ്രതി നീ വൈകരുതേ. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ. മരണത്തെ രോഗത്തെ സത്താനെയും തോൽപ്പിച്ചു ജയാളിയായവനെ, നിന്റെ വിജയത്തിൽ പങ്കാളിയായിടുക സ്വർഗീയ സേ